ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ട് പ്ലസിലേക്ക് സ്വാഗതം. +1 +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളും എഡ്യൂക്കേഷണൽ ന്യൂസുകളും സ്റ്റഡി പ്ലാനുകളും ഒക്കെ നൽകാൻ വേണ്ടി, സ്റ്റഡി ടിപ്സും ട്രിക്സും എല്ലാം നൽകാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഔട്ട് ആരംഭിച്ച പുതിയ ചാനലാണ് ഓപ്പൺ ഔട്ട് പ്ലസ്. ഈ ചാനൽ അധികം വീഡിയോകളൊന്നും വന്നിട്ടില്ല, ആകെ ഒരു വീഡിയോ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു +1 അല്ലെങ്കിൽ +2 വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് നല്ല ഉപകാരം ഈ ചാനൽ കൊണ്ട് ഉണ്ടാകും. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറയാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന ഓണപ്പരീക്ഷ +1 വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ്. നിങ്ങൾ മുൻ വർഷങ്ങൾ എടുത്തു നോക്കിയാൽ പല വർഷങ്ങളിലും +1 വിദ്യാർത്ഥികൾക്ക് മറ്റ് ക്ലാസ്സുകൾക്കുള്ള പോലെ ഓണപ്പരീക്ഷ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ആലോചിക്കും, ഇത്തവണ ഞങ്ങൾക്ക് ഓണപ്പരീക്ഷ ഉണ്ടാകുമോ? കാരണം അഡ്മിഷനും അലോട്ട്മെൻറ്റും ഒന്നും ഇപ്പോഴും പൂർത്തിയായിട്ടില്ലല്ലോ, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഓണപ്പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളത് ശരിയാണ്. മുൻ വർഷങ്ങളിൽ ഓണപ്പരീക്ഷയൊന്നും എല്ലാ വർഷവും നടന്നിട്ടില്ല +1. അതായത് മറ്റ് ക്ലാസ്സുകൾക്ക് നടന്ന പോലെ പ്രിൻ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓണപ്പരീക്ഷയൊന്നും കഴിഞ്ഞ പല വർഷങ്ങളിലും നടന്നിട്ടില്ല. എല്ലാ വർഷവുമല്ല, ചില വർഷങ്ങളും നടന്നിട്ടില്ല. അതിൻ്റെ കാരണം ക്ലാസ്സുകൾ ആരംഭിക്കാൻ സമയം വൈകിയതായിരുന്നു. എന്നാൽ ഇത്തവണത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ജൂൺ 24-ാം തീയതി തന്നെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഓൾറെഡി ക്ലാസ്സിലെത്തി, ഏകദേശം ഒരു മാസത്തിലധികം ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന സത്യത്തെ അല്ലെങ്കിൽ എന്ന കാര്യത്തെ ഉൾക്കൊള്ളുകൊണ്ട് തന്നെ പറയട്ടെ, ഓണവുമായി ബന്ധപ്പെട്ടൊരു എക്സാം നിങ്ങൾക്ക് ഉറപ്പാണ്. അത് മറ്റ് ക്ലാസ്സുകൾക്ക് നടക്കുന്ന പോലെ അതേപോലെ ആവുമോ, ഇനി അതല്ല മറ്റൊരു രീതിയിൽ നടത്തുമോ എന്നറിയില്ല. ഓണത്തിനൊരു പരീക്ഷ നിങ്ങൾക്ക് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻ വർഷങ്ങളിലൊന്നും പരീക്ഷ നടന്നിട്ടില്ല, അതുകൊണ്ട് ഇക്കൊല്ലം ഉണ്ടാവില്ല എന്നാരും കരുതണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണത്തിന് പരീക്ഷ നടക്കും. അത് ഏത് രീതിയിൽ നടത്തണം എന്നുള്ളതൊക്കെ പിന്നീട് തീരുമാനം വരികയായിരിക്കാം. പക്ഷേ ഓണത്തിന് ഒരു പരീക്ഷ നിങ്ങൾക്ക് ഉറപ്പാണ്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ. കാരണം +1-നും +2-നും മികച്ച മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഹയർ സെക്കൻഡറി മികച്ച മാർക്കോട് കൂടിയിട്ട് പുറത്തിറങ്ങാൻ കഴിയൂ. സോ ഓണപ്പരീക്ഷയുണ്ട് എന്ന് മനസ്സിലുറപ്പിക്കുക. അത് നടത്തുന്നത് എങ്ങനെയോ ആയിക്കോട്ടെ, ഉണ്ട് എന്നുറപ്പിക്കുക. ഒരു 75-80% എല്ലാ ക്ലാസ്സുകൾക്കും നടത്തുന്ന പോലത്തെ ഒരു പരീക്ഷയായിരിക്കും കേട്ടോ. ഇനി ചുരുക്കം ചില ഒരു സാഹചര്യമുണ്ട് അല്ലാതെ നടത്താൻ. എന്തായാലും പരീക്ഷ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പഠിച്ചു തുടങ്ങിക്കൊള്ളുക, നല്ലൊരു തുടക്കം തുടങ്ങുക. വീണ്ടും കാണാം. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.